ഹായ്, വെൽക്കം ടു ലാഷ് ക്ലാസ്. BA തേർഡ് സെമസ്റ്റർ VAC ഫോർ ലാംഗ്വേജസിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. യൂണിവേഴ്സിറ്റി വെയിറ്റേജ് അനുസരിച്ചുകൊണ്ട് ഏതെല്ലാം മൊഡ്യൂൾസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്നും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, അതെങ്ങനെ ആൻസർ ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വെയിറ്റേജ് നോക്കുന്ന സമയത്ത് MDCയിലെ സെയിം പാറ്റേൺ തന്നെയാണ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിലും ലാസ്റ്റ് മൊഡ്യൂളിലും 10 മാർക്ക് വീതവും, സെക്കൻഡ് തേർഡ് മൊഡ്യൂളുകളിൽ 15 മാർക്ക് വീതവുമാണ് നമുക്ക് വെയിറ്റേജ് വരുന്നത്. അപ്പോൾ നമുക്ക് ബേസിക്കലി എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, എങ്കിൽ തന്നെയും സെക്കൻഡ് തേർഡ് മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സിലാണ് കുറച്ചധികം വെയിറ്റേജ് വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ നമുക്ക് സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. നമുക്ക് 3 സെക്ഷനിലായിട്ട് ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ തന്നെയും നമുക്ക് ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കാണുന്നത്. നമുക്ക് തീം ബേസ്ഡ് ആയിട്ടോ ജനറൽ ആയിട്ടുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരുന്നില്ല. ബേസിക്കലി ടെക്സ്റ്റ് ബേസ്ഡ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനും ആൻസർ ചെയ്യാനൊക്കെ എളുപ്പമുണ്ടായിരിക്കും. ഇനി ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യനിൽ 2 മാർക്കിൻ്റെ 10 ചോദ്യങ്ങളാണ് വരുന്നത്. നമുക്ക് സീലിങ്സ് വരുന്നത് 16 മാർക്കാണ്. അപ്പോൾ നമുക്ക് 8 ക്വസ്റ്റ്യൻസ് ഫുൾ മാർക്ക് വാങ്ങിയാൽ തന്നെ 16 മാർക്ക് ലഭിക്കും. നമുക്ക് സ്വാഭാവികമായിട്ടും ചില ക്വസ്റ്റ്യൻസിൽ 1 അല്ലെങ്കിൽ 1/2 മാർക്കൊക്കെ മിസ്സാവുന്നൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ സീലിങ്സ് കവർ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഡിഫൈൻ ദ ഫ്രേസ് ട്രൈസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് നെഹ്റു സ്പീച്ച്. നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ട്രൈസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന ഫ്രേസ് എന്താണ് ഉദ്ദേശിക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ ട്രൈസ്റ്റ് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം ഒരു മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള രഹസ്യ കൂടിക്കാഴ്ച എന്ന രീതിയിലാണ്. അപ്പോൾ ട്രൈസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്നത് വിധിയുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്നൊരു മീനിങ് ആണ് വരുന്നത്. നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്താണ് ഈ ഒരു ഫ്രേസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മീനിങ് ആയിട്ട് കാണുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറയുന്ന ഈ ഒരു നിമിഷം മുൻകൂടി നിശ്ചയിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനിയാണ് എന്ന രീതിയിലാണ് അദ്ദേഹം നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തെ കണക്കാക്കുന്നത്. അതായത് വളരെ പണ്ട് മുതൽ തന്നെയുള്ള, ചരിത്രാതീത കാലം മുതൽ തന്നെയുള്ള ഇന്ത്യൻ ജനതയുടെ, ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഒരു യാത്രയുടെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു സ്വാതന്ത്ര്യത്തെ നെഹ്റു കണക്കാക്കുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു കണ്ടക്സ്റ്റിൽ മനസ്സിലാക്കുന്നത്. ഇനി ഡിസ്ക്രൈബ് ഹൗ ലക്ഷ്മി എടത്തി സീക്രട്ട്ലി ഹെൽപ്പ് ദ നരേറ്റർ ഡ്യൂറിങ് ഹിസ് സ്കൂൾ ഡേയ്സ്. ഈ ഡോണ്ട് കോൾ മീ പാണൻ എന്നുള്ള ചാപ്റ്ററിനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമ്മുടെ നരേറ്റർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലക്ഷ്മി എടത്തി എന്ന് പറയുന്ന സ്കൂളിലെ പാചകക്കാരി അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്ത കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്നത് ഈ ലോവർ പ്രൈമറി സ്കൂളുകളിൽ വരുന്ന ക്ലാസ്സുകളിൽ വരുന്ന, അതായത് ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികൾക്കാണ് അവിടെ ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇദ്ദേഹം വലിയ ക്ലാസ്സിൽ എത്തിയ സമയത്തും ഇദ്ദേഹത്തിൻ്റെ വീട്ടിലത്തെ അവസ്ഥയൊക്കെ കണ്ടുകൊണ്ട് അവിടുത്തെ പാചകക്കാരിയായിരുന്ന ലക്ഷ്മി എടത്തി രഹസ്യമായിട്ട് ഈ കുട്ടിക്ക് സ്കൂളിലെ ഉച്ചഭക്ഷണം കൊടുത്തിരുന്നു. ആ രീതിയിലാണ് ലക്ഷ്മി എടത്തി നമ്മുടെ നരേറ്ററിനെ ഹെൽപ്പ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നത്. ദെൻ എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ദ ലൈൻ ലൈഫ് ബിക്കംസ് എ തിയേറ്റർ. സിമെൻ്റ് ഗാർഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ലൈഫ് ബിക്കംസ് എ തിയേറ്റർ എന്നൊരു ലൈൻ ആ ഒരു സോങ്ങിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ജീവിതം ഒരു നാടകമാവുന്നു എന്നുള്ള ഒരു മീനിങ് ആണ് അവിടെ വരുന്നത്. അതായത് ആളുകൾ ഇങ്ങനെ യാന്ത്രികമായിട്ട് ജീവിച്ചു പോകുന്ന, നമ്മൾ പറയുന്ന പോലെ ജോലിക്ക് പോവുക, വീട്ടിൽ കാര്യങ്ങൾ നോക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ യാന്ത്രികമായിട്ട് ആളുകൾ ജീവിക്കുന്ന രീതിയിലേക്ക് സമൂഹം മാറിയ ഒരു സിറ്റുവേഷനാണ് ആ ഒരു വരിയിൽ പറയുന്നത്. ഇനി ഡിഫൈൻ ദ ടേം ഒബ്സിനിറ്റി ആസ് ക്വസ്റ്റ്യൻഡ് ബൈ മാന്തോ ഇൻ ഡിഫൻസ് ഓഫ് ഫ്രീഡം. ഇനി മാന്തോയുടെ ഇൻ ഡിഫൻസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ആ ചെറിയ സ്പീച്ചിനകത്ത് ഒബ്സിനിറ്റി എന്നൊരു കൺസെപ്റ്റിനെ എങ്ങനെയാണ് അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒബ്സിനിറ്റി എന്ന് പറയുന്നത് അശ്ലീലം എന്ന അർത്ഥം വരുന്നൊരു പദമാണ്. ഇമ്മോറൽ, അധാർമികമായ അല്ലെങ്കിൽ അശ്ലീലമായ എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. അപ്പോൾ മാന്തോയുടെ സ്റ്റോറികൾക്കകത്ത് ഇങ്ങനെ ഒബ്സിനിറ്റി അല്ലെങ്കിൽ അശ്ലീലം വരുന്നുണ്ട് എന്നുള്ളൊരു വിമർശനമാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത്. നമുക്ക് കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിക്കേണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഓപ്പണിറ്റി എന്നുള്ള ചാപ്റ്ററൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റോറിക്കകത്ത് ഒബ്സിനിറ്റി വരുന്നുണ്ടെന്നുള്ള ഈ ഒരു വിമർശനത്തിനെ അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, അദ്ദേഹം എഴുതുന്നത് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ നടക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാതെ ഒരു കഥയിൽ അത് എഴുതുന്നതിനെ പ്രതികരിക്കുന്നത് ആണ് യഥാർത്ഥത്തിൽ ഒബ്സിനിറ്റി അല്ലെങ്കിൽ അശ്ലീലമായിട്ട് വരുന്നത് എന്ന രീതിയിലാണ് അദ്ദേഹം അതിനെ ചലഞ്ച് ചെയ്യുന്നത്. ദെൻ എക്സ്പ്ലെയിൻ വാട്ട് മഹാശ്വേത ദേവി മീൻസ് വെൻ ഷീ സേസ് ഐ ആം ആഫ്റ്റർ ദ ഡ്രീംസ് ദാറ്റ് ഹാവ് എസ്കേപ്ഡ് ഫ്രം ജയിൽ. ഇനി ജയിൽ ചാടിയ സ്വപ്നങ്ങളുടെ പുറകെയാണ് ഞാനെന്ന് മഹാശ്വേത ദേവി പറയുന്നുണ്ട് റിപ്പബ്ലിക് ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹവും അതുപോലെ തന്നെ നമ്മുടെ ഈ ഭരണ സംവിധാനങ്ങളെല്ലാം തന്നെ നമ്മുടെ സ്വപ്നങ്ങളെ ജയിലിലടയ്ക്കുന്ന സംവിധാനങ്ങളാണ് എന്ന രീതിയിലാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകളെ യാന്ത്രിക
യാന്ത്രികമായിട്ട് ജീവിക്കുന്ന രീതിയിലേക്ക് ആളുകളുടെ സ്വപ്നങ്ങളെയെല്ലാം ഇല്ലാതാക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളതെന്ന് പറയുന്നു. ഇനി അങ്ങനെ ജയിലിലടക്കപ്പെട്ടിട്ടുള്ള സ്വപ്നങ്ങൾ പോലും പലപ്പോഴും ഇങ്ങനെ പുറത്ത് ചാടി വരാറുണ്ട്. അതായത് ഈ ഒരു അവസ്ഥയിലും പലപ്പോഴും ആളുകൾ ഇങ്ങനെ സ്വപ്നം കാണാറുണ്ട്, നല്ലൊരു ഭാവിയെക്കുറിച്ച്, പ്രതീക്ഷയെക്കുറിച്ചിട്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു അടിച്ചമർത്തുന്ന ഈ ഒരു സമൂഹത്തിനകത്തും അവരിൽ അവശേഷിക്കുന്ന സ്വപ്നങ്ങളുടെ പുറകെയാണ് അവർ എന്ന രീതിയിലാണ് ഈ ഒരു ഫ്രേസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. Then point out the historical event that forms the backdrop of ടു വാരിസ് ഷാ. ടു വാരിസ് ഷാ എന്ന് പറയുന്ന പോയത്തിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 97 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് പഞ്ചാബ് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഭാഗമായിട്ട് രണ്ടായി വിഭജിക്കപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വ്യാപകമായിട്ടുള്ള വർഗീയ കലാപങ്ങളും അക്രമങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ടു വാരിസ് ഷാ എന്ന് പറയുന്നൊരു പോയം നമ്മൾ കാണുന്നത്. ഐഡൻറ്റിഫൈ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഓഫ് അഭിഷേക് കപൂർസ് ഫിലിം പ്രിസ്ക്രൈബ്ഡ്. ഇനി അഭിഷേക് കപൂറിൻ്റെ കൈപ്പോച്ചെ എന്ന് പറയുന്ന ഫിലിമിൻ്റെ ടൈറ്റിലിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. കൈപ്പോച്ചെ എന്ന് പറയുന്ന ഫ്രേസിൻ്റെ ഗുജറാത്തിയിൽ നിന്നുള്ള വാക്കാണ്. അതിൻ്റെ മീനിങ് വരുന്നത് ഐ ഹാവ് കട്ട് ഇറ്റ്, അതായത് ഞാൻ ആ പട്ടം പറത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു വിജയത്തിൻ്റെ പ്രതീകമായിട്ട് വരുന്ന ഒരു ഫ്രേസാണ്. അപ്പോൾ ഈ സിനിമയിൽ നമ്മൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് കാണുന്നത് ഇതുപോലെ യുവാക്കളായിട്ടുള്ള സുഹൃത്തുക്കൾ അവർ ജീവിതം വിജയം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള സംരംഭങ്ങളും മറ്റുമൊക്കെ നടത്തുന്നതും അതിലവർക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധികളും മറ്റുമൊക്കെ നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് നമുക്ക് വേണ്ടത് സ്നേഹവും സാഹോദര്യവുമാണെന്നുള്ളൊരു സന്ദേശമൊക്കെയാണ് സിനിമയ്ക്കകത്ത് വരുന്നത്. അത്തരത്തിൽ ജീവിത വിജയം എന്നുള്ള ആ ഒരു കൺസെപ്റ്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ കാണുന്നത്. എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടേം ദീക്കു as used in the context of Hansa Sauvendra Shekhar's short story. ഇനി നവംബർ ഈസ് എ മന്ത് ഓഫ് മൈഗ്രേഷൻ എന്ന ചാപ്റ്ററിനകത്ത് ദീക്കു എന്നുള്ളൊരു ടേം യൂസ് ചെയ്യുന്നുണ്ട്. അത് ആ സ്റ്റോറിയുടെ കണ്ടക്സ്റ്റിനകത്ത് എങ്ങനെ വരുന്നതെന്ന് ചോദിക്കുന്നു. ദീക്കു എന്ന് പറയുന്നത് ഈ സാന്താൾ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ട്രൈബൽ പീപ്പിളായിട്ടുള്ള ആളുകൾ പുറമേയുള്ള ആളുകളെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു വാക്കാണ്. അപ്പോൾ പുറമേയുള്ള ആളുകളെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ഒരു വാക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള ആളുകളും സമൂഹത്തിലെ മറ്റു വിഭാഗത്തിലെ ആളുകളും തമ്മിൽ എത്രമാത്രം ഒരു ഭിന്നതയും അകൽച്ചയും ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ആ ഒരു ടേമിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എക്സ്പ്ലെയിൻ ഐ ആം ടയേർഡ് ഓഫ് യുവർ സിമ്പത്തി. ഇനി ഡോണ്ട് ടെൽ ദാറ്റ് ടു മീ എന്നുള്ള പോയത്ത് എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഒരു ട്രാൻസ്ജെൻഡർ പീപ്പിൾ എന്ന രീതിയിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന ചലഞ്ചസിനെ കുറിച്ചിട്ടാണ് ആ ഒരു പോയത്തിനകത്ത് അവർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഐ എം ടയേർഡ് ഓഫ് യുവർ സിമ്പത്തി എന്ന് പറയുന്നതിനകത്ത് ഇവരെ ഒരു സഹതാപത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണുന്ന ഒരു സമൂഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടാണ് ഇവർ പറയുന്നത്. അതായത് ട്രാൻസ്ജെൻഡർ ആവുക എന്ന് പറഞ്ഞാൽ ഒരു അസുഖമൊന്നുമല്ല, അതൊരു ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ അത്തരത്തിൽ അവരിങ്ങനെ ഒരു വീക്കായിട്ടുള്ള ആളുകൾ എന്ന രീതിയിൽ സഹതാപത്തോടു കൂടി കാണുന്നത് അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന രീതിയിലാണ് ആ ഒരു വരിയിൽ പറയുന്നത്. ദെൻ ഡിസ്ക്രൈബ് ദ സർക്യൂംസ്റ്റാൻസസ് ഇൻ വിച്ച് പ്രസാദ് ആൻഡ് ശ്രീജ ഗോട്ട് മാരീഡ്. ഇനി തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യനാണ്. അതിനകത്ത് പ്രസാദും ശ്രീജയും എങ്ങനെയാണ് മാരീഡ് ആവുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ തമ്മിൽ ഒരു റൊമാൻസ് ഉണ്ടാവുന്നുണ്ട്. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു റൊമാൻസ് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് അവർ കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുന്നത്. അതിൽ നമ്മൾ കാണുന്നത് ശ്രീജ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ടൂള് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നു. അപ്പോൾ അവിവാഹിതയായിട്ടുള്ള ശ്രീജ ഇത് വാങ്ങുന്നത് കണ്ടിട്ട് നമ്മുടെ പ്രസാദ് വേറൊരാളടുത്ത് പറയുകയും ശ്രീജയുടെ അച്ഛനെ വിളിച്ചിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന രീതിക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ശ്രീജ അത് തൻ്റെ വിവാഹിതയായിട്ടുള്ള സഹോദരിക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് സോറി പറയാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ പ്രസാദ് ചെല്ലുന്നു. അങ്ങനെയാണ് അവർ തമ്മിലൊരു റൊമാൻസ് ഉണ്ടാവുന്നത്. ഇനി വിവാഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്നത് ശ്രീജയുടെ വീട്ടുകാർ കാര്യമായ രീതിയിൽ അതിനെ എതിർക്കുന്നുണ്ട്. പ്രസാദ് വേറെ കാസ്റ്റിൽ പെട്ടിട്ടുള്ള ആളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ജാതീയത പ്രശ്നമാണ് നമ്മളിവിടെ കാണുന്നത്. ശ്രീജയനെ ഇതുപോലെ വഴക്ക് പറയും മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ കാണുന്നു. അപ്പോൾ അതിനെല്ലാം എതിർത്തുകൊണ്ട് മറികടന്നുകൊണ്ടാണ് ഇവരിങ്ങനെ വിവാഹിതരാവുന്നത് നമ്മൾ കാണുന്നത്. അടുത്ത സെക്ഷനിൽ നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമുക്ക് 6 മാർക്കിൻ്റെ 5 ചോദ്യങ്ങളാണ് വരുന്നത്. 24 മാർക്കാണ് സീലിംഗ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സ്ട്രാ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചില ക്വസ്റ്റ്യൻസിൻ്റെ മുകളിൽ 1-2 മാർക്കൊക്കെ മിസ്സാവുകയാണെങ്കിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തുകൊണ്ട് ആ സീലിങ്ങിൻ്റെ പരമാവധി നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ പരമാവധി എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ക്വസ്റ്റ്യൻസ് വരുന്നത് എക്സ്പ്ലെയിൻ ദ പൊളിറ്റിക്സ് ഇൻ ദ യൂസ് ഓഫ് ദ വേർഡ് പാണൻ ഇൻ കുഞ്ഞാമൻസ് ഓട്ടോബയോഗ്രഫി.
ഈ ഡോൺ കോൾ മീ പാൺ എന്നുള്ള ചാപ്റ്ററിനകത്ത് നരേറ്റർ അദ്ദേഹത്തിന് ജാതി അധിക്ഷേപം നേരിട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഈ ഒരു ജാതി പേര് എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ ഇൻസിഡൻസിൽ അദ്ദേഹം പറയുന്നത്, ഒന്ന്, അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ മറ്റുള്ള ആളുകളുടെ പേര് വിളിക്കുന്ന സമയത്ത്, അറ്റൻഡൻസ് എടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പേര് വിളിക്കാതെ പാണൻ എന്ന് വിളിച്ചിരുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ മറ്റ് സന്ദർഭങ്ങളിലും ഇതുപോലെ അധ്യാപകരും അതുപോലെ തന്നെ സമൂഹത്തിലെ മറ്റാളുകളും ഇദ്ദേഹത്തെ ജാതി പേര് വിളിക്കുന്ന കാര്യവും, പിന്നീട് ഇദ്ദേഹം പഠിച്ച് കോളേജിലൊക്കെ പോകുന്ന ഒരു സമയത്ത് പോലും കോളേജിൽ പോകുന്ന പാണൻ എന്ന രീതിയിൽ ഇദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിച്ച കാര്യത്തെക്കുറിച്ചൊക്കെ ഇദ്ദേഹം ഓർക്കുന്നുണ്ട്. അപ്പോൾ പൊതുവിൽ നമ്മൾ ഇതിനകത്ത് കാണുന്നത് ഒരു ഒപ്രസീവ് ടൂള്, അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ എന്ന രീതിയിലാണ് ഈ ഒരു ജാതി പേരിനെ പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നത്. Illustrate the contradictions present in Indian society as portrayed in Mahashweta Devi's speech. ഇനി റിപ്പബ്ലിക് ഓഫ് ഡ്രീംസ് എന്നുള്ള ചാപ്റ്ററിനകത്ത് ഇന്ത്യൻ സംസ്കാരത്തിലെ വൈവിധ്യങ്ങളെ കുറിച്ചിട്ട് മഹാശ്വേത ദേവി സംസാരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഒരു മെറ്റഫർ ഉപയോഗിച്ചുകൊണ്ടാണ് അവരിത് അവതരിപ്പിക്കുന്നത്. എ ടപ്പസ്റ്ററി ഓഫ് ഡിഫറെൻറ്റ് ത്രെഡ്സ് എന്ന രീതിയിലാണ് അവർ ഇത് അവതരിപ്പിക്കുന്നത്. അതായത് പല നൂലുകൾ കൊണ്ട് നെയ്തെടുത്ത പരവതാനി എന്ന രീതിയിലാണ് അവർ ഇന്ത്യയിലെ സംസ്കാരത്തെക്കുറിച്ച് പറയുന്നത്. കുറേയൊക്കെ നമുക്ക് ഗസ് ചെയ്തുകൊണ്ട് എഴുതാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതായത് കാളവണ്ടി ഓടിക്കുന്നവർ, കാർ ഓടിക്കുന്നവർ, അതുപോലെ തന്നെ ബാലവേല എടുക്കുന്നവർ, ഐഫോണിൽ കളിക്കുന്ന കുട്ടികൾ എന്ന രീതിയിൽ ട്രഡീഷണൽ വസ്ത്രം ധരിക്കുന്നവർ, മോഡേൺ വസ്ത്രം ധരിക്കുന്നവർ, ഗ്രാമത്തിൽ ജീവിക്കുന്നവർ, നഗരത്തിൽ ജീവിക്കുന്നവർ എന്ന രീതിയിൽ നമുക്ക് തന്നെ അറിയാവുന്ന ഇന്ത്യയിൽ വ്യത്യസ്തമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളും സംസ്കാരങ്ങളും ഒക്കെയാണ് ഈ ഒരു കോൺട്രഡിക്ഷൻസിൽ അവർ പറഞ്ഞു വയ്ക്കുന്നത്. ദെൻ അനലൈസ് ഹൗ ദി ഇമേജ് ഓഫ് ദ വാൾ ഇവോൾവ്സ് ഇൻ എൻ ഓപ്പൺ ജയിൽ ഇൻ സലബില. ഇനി സലബില എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഒരു ഓപ്പൺ ജയിലിൻ്റെ ഇമേജിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അതിൽ നമ്മുടെ ഈ ക്യാരക്ടേഴ്സ് അവിടെ ജോലിക്ക് പോകുന്നുണ്ട്. ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ജോലി കിട്ടാൻ വേണ്ടി ഇവർ പോകുന്ന സമയത്താണ് ഈ ഒരു ഗവൺമെൻറ് വർക്കിലേക്ക് അവർ പോകുന്നത്. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് ഒരു മിസ്റ്ററിയാണ് അവിടെ നൽകുന്നത്. എന്തിൻ്റെ പണി അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല. ഇങ്ങനെ നീളത്തിലുള്ള ഒരു കാര്യമാണ് ഇവർ പണിതുകൊണ്ടിരിക്കുന്നത് പറയുന്നു. അതിനകത്ത് ഇത് പാമ്പിൻ്റെ പ്രതിമയാണോ ഉണ്ടാക്കുന്നത് എന്നൊക്കെ അവർ ആദ്യം ചിന്തിക്കുന്നുണ്ട്. എന്നാൽ സ്റ്റോറി അവസാനിക്കുന്ന സമയത്താണ് ആ ഒരു ബോർഡ് അവിടെ സ്ഥാപിക്കുന്ന സമയത്ത് അവർ ഒരു ഓപ്പൺ ജയിൽ, സിറ്റിസൺഷിപ്പ് രേഖകളില്ലാത്ത ആളുകളെ പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഗ്രാമം തന്നെ ഈ ഒരു ഹിന്ദു മുസ്ലിം എന്ന രീതിയിൽ വേർതിരിക്കുന്ന തരത്തിൽ ഒരു ഓപ്പൺ ജയിലായിട്ട് വരുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ കാണുന്നത്. ദെൻ എസ്റ്റിമേറ്റ് ഹൗ അമൃത പ്രീതം യൂസസ് വാരിഷ ആസ് എ സിംബൽ ഓഫ് കമ്മ്യൂണൽ ഹാർമണി. ഇനി ടു വാരിഷ എന്ന് പറയുന്ന പോയത്തിനകത്ത് വാരിഷ എന്ന പോയറ്റിൻ്റെ ഒരു ഇമേജ് എങ്ങനെയാണ് കമ്മ്യൂണൽ ഹാർമണി അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു സിമ്പലായിട്ട് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ വാരിഷ എന്ന് പറയുന്നത് ഒരു സൂഫി പോയറ്റാണ്, മുസ്ലിം ആയിട്ടുള്ളൊരു സൂഫി പോയറ്റാണ്. അദ്ദേഹം പഞ്ചാബി കൾച്ചറിനകത്ത് പഞ്ചാബികൾക്ക് ഇടയിൽ വളരെ സ്വീകാര്യനായിട്ടുള്ള ഒരു കവിയാണ്, സിമ്പലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഒരു മത കലഹങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു മുസ്ലിം ആയിട്ടുള്ളൊരു സൂഫി പോയറ്റിനെ ഹിന്ദുക്കളും സിഖുകാരും മുസ്ലിങ്ങളും എല്ലാവരും തന്നെ ഒരുപോലെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് പഞ്ചാബിനകത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഈ വർഗീയ കലാപത്തിൻ്റെ പേരിലാണ് ഇവർ തമ്മിലടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്ന രീതിയിൽ പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു പോയറ്റായിട്ടുള്ള അമൃത പ്രീതം എന്ന് പറയുന്ന പോയറ്റ് ഒരു സൂഫി പോയറ്റിനെ ഇവോക്ക് ചെയ്യുന്നതിലൂടെ ഈ കലയിലും സാഹിത്യത്തിലും ഒന്നും മതമില്ല, അതുപോലെ തന്നെ ഇത്തരത്തിൽ ജാതിയും മതവും ഒന്നും നോക്കാതെ ആളുകളെ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒരു സംസ്കാരമാണ് നമുക്ക് ഉണ്ടായിരുന്നതെന്നുള്ള ഓർമ്മപ്പെടുത്തൽ അവിടെ വരുന്നുണ്ട്. അത്തരത്തിലാണ് വാരിഷ എന്നുള്ളൊരു പോയറ്റിൻ്റെ ഇമേജ് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ സിമ്പലായിട്ട് ഈ ഒരു പോയറ്റിനകത്ത് അവതരിപ്പിക്കുന്നത്. ദെൻ പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ തീഫ് പ്ലേഡ് ബൈ ഫഹദ് ഫാസിൽ ഇൻ തൊണ്ടിമുതലും ദൃക്സാക്ഷിയും. തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഫഹദ് ഫാസിൽ അവതരിപ്പിച്ചിട്ടുള്ള കള്ളൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ തീഫിനെ നമ്മൾ കാണുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ്. അയാൾ കംപ്ലീറ്റ്ലി എവിൾ ആയിട്ടോ ഗുഡായിട്ടോ നമ്മൾ കാണുന്നില്ല. പൂർണ്ണമായിട്ടും തെറ്റുകാരനായിട്ടോ എന്നാൽ പൂർണ്ണമായിട്ടും നന്മയുള്ള ഒരാളായിട്ടോ നമ്മൾ കാണുന്നില്ല. ഒരു ആംബിഗ്വസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് കാണുന്നത്. അതിൽ തന്നെ ആളുടെ പേര് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളോ ഐഡൻറ്റിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തുന്നില്ല. പിന്നെ ബേസിക്കലി അയാളുടെ ക്യാരക്ടറിൽ നമ്മൾ കാണുന്നത് ഒരു സർവൈവർ എന്ന രീതിയിലാണ്.
ഈ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവുന്ന പല സമ്മർദ്ദങ്ങളും അതിജീവിച്ചുകൊണ്ട് കൂളായിട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ആളുടെ ക്യാരക്ടറിനെ കാണുന്നു. അതുകൂടാതെ തന്നെ പിടിക്കപ്പെട്ടു എന്ന് പൂർണ്ണമായിട്ട് ഉറപ്പിക്കപ്പെടുന്ന സമയത്ത് പോലും രക്ഷപ്പെടാനുള്ള മാർഗം അയാൾ കണ്ടെത്തുന്നു. അങ്ങനെയാണ് ASI ചന്ദ്രൻ പറഞ്ഞിട്ടാണ് ഞാൻ മാല ഒളിപ്പിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ തെളിവ് നശിപ്പിച്ചു. മാല കോടതിയിൽ ഹാജരാക്കാതെ ഇയാളെ കോടതിക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അവിടെയും ഏത് സാഹചര്യത്തിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ആളെന്ന രീതിയിൽ നമ്മൾ ആളെ കാണുന്നു. പിന്നെ വേറൊരു പെർസ്പെക്റ്റീവ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അയാളുടെ ഒരു കുട്ടിക്കാലത്തെ കുറിച്ചിട്ട് ആൾ പറയുന്നുണ്ട്. അച്ഛനും അമ്മയും ഇല്ലാതെ ബന്ധുക്കളുടെ വീട്ടിലിങ്ങനെ ജീവിക്കേണ്ടി വന്നിട്ടുള്ള അവഗണനയും അതുപോലെ തന്നെ പട്ടിണിയും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ആൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇയാൾ സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ ആയിത്തീർന്നതാണ് എന്നുള്ള രീതിയിൽ ഒരു ലൈൻ നമ്മുടെ ഈ ഒരു സ്റ്റോറിയിൽ പറഞ്ഞു വെക്കുന്നു. അതുകൂടാതെ അൾട്ടിമേറ്റ്ലി അയാൾ പൂർണ്ണമായിട്ടും ഒരു ക്രൂരനായിട്ടുള്ള ആളല്ല എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു. അവസാനം ആ മാല അയാൾ തിരിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ എവിടെയാണ് ആ മാല ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അയാൾ പറഞ്ഞു കൊടുക്കുന്നു, നമ്മൾ കാണുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ ആയിത്തീർന്നിട്ടുള്ള ഒരാൾ എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കള്ളൻ്റെ ക്യാരക്ടറിനെ ഈ സിനിമയ്ക്കകത്ത് കാണുന്നത്. ഇനി ലാസ്റ്റ് സെക്ഷനിൽ നമുക്ക് essay ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് 2 ചോദ്യങ്ങളുണ്ട്, അതിൽ ഒരെണ്ണത്തിന് ആൻസർ ചെയ്താൽ മതിയാവും. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് റിഫ്ലക്ട് ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഐഡിയൽസ് ഓഫ് ഡെമോക്രസി, ലിബർട്ടി, സെക്യുലറിസം ആൻഡ് ജസ്റ്റിസ് ബേസ്ഡ് ഓൺ എനി 4 യൂണിറ്റ്സ് പ്രിസ്ക്രൈബ്ഡ്. ഇത് കുറച്ച് ജനറലായിട്ട് നമുക്ക് തോന്നും, പക്ഷേ ടെക്സ്റ്റ് ബേസ്ഡ് തന്നെയാണ് ചോദിക്കുന്നത്. നമുക്ക് 4 മൊഡ്യൂളുകളിൽ വരുന്ന തീമുകളാണ് ഡെമോക്രസി, ലിബർട്ടി, സെക്യുലറിസം, ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഇവിടെ ആവശ്യപ്പെടുന്നത് ഓരോ മൊഡ്യൂളിൽ നിന്നും ഓരോ ചാപ്റ്റേഴ്സ് എടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് പറയാനാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഓരോ മൊഡ്യൂളിലും ഏറ്റവും സിമ്പിളായിട്ട് നമുക്കെന്ന് തോന്നുന്ന ചാപ്റ്റർ ഏതാണ് എന്നുണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് അതിൻ്റെ ഒരു സമ്മറിയും അതിൻ്റെ ഒരു തീമും വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു essay ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി അതല്ലെങ്കിൽ ആസസ് ഹൗ അഭിഷേക് കപൂർസ് കൈപ്പോച്ചെ എക്സ്പ്ലോർസ് ചലഞ്ചസ് ഓഫ് സെക്യുലറിസം ഇൻ കണ്ടംപററി ഇന്ത്യ. സമകാലീന ഇന്ത്യയിൽ ഈ ഒരു മതേതരത്വത്തിന് നേരിടുന്ന വെല്ലുവിളികൾ എങ്ങനെയാണ് കൈപ്പോച്ചെ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അവതരിപ്പിച്ചിരിക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു സിനിമയിൽ നമ്മൾ കാണുന്നത് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന 3 സുഹൃത്തുക്കളാണ്. അവർക്കിടയിലേക്ക് ഈ ഒരു മതസ്പർദ്ധയും മറ്റും വരുന്ന സമയത്ത് അവരുടെ സൗഹൃദവും ജീവിതവും ആകെ തകർന്നു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കാണുന്നത് ഈ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഒക്കെയും ഇതുപോലെ മതവികാരം ആളിക്കത്തുകയൊക്കെ ചെയ്യുന്ന ആളുകളും അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾക്ക് ഇരയായി പോകുന്ന രീതിയിൽ ഇന്ത്യൻ സമൂഹത്തിനകത്ത് ഇത്തരത്തിലുള്ള ഒരു അപകടം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ചിത്രം ഈ സിനിമയ്ക്കകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ സിനിമയിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ, ഈ സുഹൃത്തുക്കൾ എങ്ങനെയാണ് ആദ്യം ഒരുമിച്ചുണ്ടായിരുന്നത്, പിന്നെ എങ്ങനെയാണ് ഈ ഒരു മതത്തിൻ്റെ വിഷയം ഇവരുടെ ഇടയിലേക്ക് വരുന്നത്, അതെങ്ങനെയാണ് ഇവരുടെ സൗഹൃദത്തെ തകർക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തിനകത്ത് ഇതിങ്ങനെ ഒരു അപകടമായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്ന രീതിയിലൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബേസിക്കലി ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ പോയിൻറ്റ്സ് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ചാൽ തന്നെ നമുക്കത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.